ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറിയ കിച്ചൺ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹോളിഡേ ആയിരിക്കും. ഹോളിഡേ ആണ്, അപ്പം എനിക്കും ഹോളിഡേ ആണ്. സോ ഞാൻ വിചാരിച്ചു എൻ്റെ കിച്ചണാണ് ക്ലീൻ ചെയ്യുന്നത്. കിച്ചൺ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നു. ഭയങ്കര ക്ലീനിങ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു ഗൈസ്. എന്നും ക്ലീനിങ് ചെയ്യും, എന്നും രാത്രി ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ വീണ്ടും എല്ലാം തലകുത്തനെ ആവും. ഇന്നതാ ഞാൻ വിചാരിച്ചു മേശയിൽ കുറച്ച് ഞാൻ 4 പേപ്പർ ഇടും മേശയിൽ. ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഫുൾ ആ ഒരു മേശയിൽ ഫുൾ അടുത്തങ്ങ് ഇടും. അങ്ങനെ അതെല്ലാം നിലത്ത് നല്ല സൂപ്പറായിട്ട് അത് കറുത്ത് അതായത് ന്യൂസ് പേപ്പറിൻ്റെ കളർ മാറുമ്പോഴത്തേക്കും അഴുക്കുകൾ കയറി തുടങ്ങി എന്നുള്ളതാണ് അർത്ഥം. അപ്പം പിന്നെ വീണ്ടും ഞാൻ ന്യൂസ് പേപ്പറിൽ ഇതുപോലെ പുതിയ ന്യൂസ് പേപ്പറൊക്കെ മേശയിലെടുത്തിട്ട് പിന്നെ ഗ്യാസ് വീട്ടിൻ്റെ അവിടെ ഒരു ചാക്കാണ് ഇട്ടിരുന്നത്. ചാക്ക് അതിൻ്റെ പുറത്തിട്ടിരുന്ന ഗ്യാസിൻ്റെ അടുപ്പ് വെച്ചിരുന്ന് അങ്ങനെ അതൊക്കെ എല്ലാം സൂപ്പറാക്കി മിക്സിയൊക്കെ തുടച്ച് വെച്ച് എല്ലാം സെറ്റപ്പാക്കി. ഞാൻ എല്ലാം കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചു. കുറച്ച് നേരം ഇരുന്ന് ഉണങ്ങട്ടെ. ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് പേടിയാണ്, ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ പിന്നെ അലമാരെല്ലാം വൃത്തിയാക്കി. പിന്നെ കുറച്ച് ഭാഗം ചോരുന്നുണ്ട്, അങ്ങനെ അതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ചോരുമ്പോഴത്തേക്ക് അവിടെ മൊത്തം വെള്ളപ്പൊക്കമായിരിക്കും. പിന്നെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി ഒരു കവർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വേസ്റ്റിന് പാലൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ കവറൊക്കെ എടുത്ത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കും. ഇപ്പോൾ വേസ്റ്റ് ചെയ്ത് വരുമ്പോൾ വന്ന് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ അതാണ്. പിന്നെ ബ്രഷ് വെച്ചിരിക്കുന്നത് കുഞ്ഞിൻ്റെ കൊലുസ് കഴുകിയതാണ്. അതിൻ്റെ തേച്ചൊരച്ച് കഴിയുമ്പോൾ ഒരു ബ്രഷിൻ്റെ ആവശ്യമുണ്ട്, അങ്ങനെ വെച്ചതാണ്. പിന്നെ ഈ പാത്രങ്ങൾ വയ്ക്കാനൊന്നും എനിക്ക് വേറെ സ്പേസ് ഇല്ല. അവിടെ തന്നെ ഉണങ്ങുമ്പോഴത്തേക്കും എടുത്ത് അതിൻ്റേതായ സ്ഥലങ്ങളിലെടുത്ത് വയ്ക്കും. അങ്ങനെ അവിടെ ജനലിൻ്റെ അവിടെ ജനലിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരുത്തി വന്ന് എന്നെ നോക്കിക്കൊണ്ടു. ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പം അവൾ വന്നിങ്ങനെ നോക്കി, ഞാൻ പേടിച്ചു പോയി. ഇങ്ങനെ ഇരുട്ടത്ത് പെട്ടെന്ന് നിന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അങ്ങനെ പിന്നെ അങ്ങനെ വാഷ് ബേസിൽ കുറേ പാത്രങ്ങൾ, അത്രയും സ്പേസേ ഉള്ളൂ. അപ്പോൾ അതിൽ കിടക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി. ഇത്രയും പാത്രങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ നുള്ളിപ്പറക്കി ഓരോരുത്തും പാത്രങ്ങൾ കൊണ്ട് വച്ചിരിക്കുന്നത്. അതിനെല്ലാം നുള്ളിപ്പറക്കി എടുത്ത് ഓരോരുത്ത് കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് എല്ലാം കഴുകി എടുത്ത് ഒതുക്കി പറക്കി വെച്ചു. പിന്നെ കൊച്ചിൻ്റെ കൊലുസെല്ലാം കഴുകി വെച്ച്. പിന്നെ ഇന്ന് ആഹാരമൊന്നുമില്ല, ഇന്നിനി പുറത്തുനിന്ന് എന്തെങ്കിലും കുഞ്ഞിന് എന്തെങ്കിലും ആഹാരം. രാവിലെ കാപ്പി ഉണ്ടാക്കി ചേട്ടന് കൊടുത്തു. ചേട്ടൻ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയിരിക്കുകയാണ്. അപ്പം അങ്ങനെ പോയി. പിന്നെ കുഞ്ഞിന് എല്ലാം കൊടുത്തു. അപ്പം അടുക്കള ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ടാറ്റാ, ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.